സമർപ്പിക്കുന്നത്, റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു മക്കളെ നമ്മൾ പള്ളി ദർസിലേക്ക് പറഞ്ഞു വിടാറുണ്ടോ? അറബി കോളേജിലേക്ക് വിടാറുണ്ടോ? നമ്മൾ ദീനിന് നമ്മൾ സംഭാവന കൊടുക്കാറുണ്ടോ? എന്നാൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇസ്ലാമിന് വേണ്ടി അനസ് എന്ന കുട്ടിയെ സമർപ്പിച്ചു. ഇത് വലിയൊരു ഗുണമാണ്, ഉമ്മു സുലൈമിന്റെ ഗുണമാണ്. ആയതുകൊണ്ട് തന്നെയാണ് മഹദിയെ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടത്. മാത്രമല്ല മറ്റൊരു സംഭവം കൂടി കാണാം. അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഗസ്തി പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഒരു ഗസ്റ്റ് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ള സ്വഹാബത്തിനോട് എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ആരാണ് ഈ ഗസ്റ്റിനെ ഏറ്റെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക? ആരും എണീറ്റുന്നില്ല. കാരണം എന്താ? പട്ടിണി കൊണ്ടാ. സ്വഹാബികൾക്കൊക്കെ വീട്ടിലെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമാണ്. ഇന്നത്തെ പോലെ അല്ലല്ലോ. എല്ലാവർക്കും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള അതിയായ താല്പര്യമുണ്ട്, പക്ഷേ സാധിക്കൂല, സാമ്പത്തിക പ്രയാസമാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, ആരാണ് ഈ അതിഥിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറുള്ളത്? അപ്പോഴും സദസ്സിൽ നിന്ന് ആരും എണീക്കുന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മൻ യുളിഫ് ഹാദർ റജുൽ, ആരാണ് ഈ അതിഥിയെ ഇന്നത്തെ രാത്രിയിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക? എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ അതിഥിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ നാളെ സ്വർഗ്ഗം കൊണ്ട് ഞാൻ അവർക്ക് ജാമ്യം നിൽക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവന് സ്വർഗ്ഗം കൊടുക്കാം. ഇത് കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് നിൽക്കുന്നു. ആരാണ് ആ സ്വഹാബി എന്നറിയുമോ? അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ള തന്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ ഗസ്റ്റുമായിട്ട്, അതിഥിയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തിയിട്ട് വീട്ടിൽ ചെന്നിട്ട് വീട്ടിന്റെ ഉമ്മരത്തെത്തിയിട്ട് വാതിൽ നിന്ന് മുട്ടുന്നു. എന്നിട്ട് വീട്ടിലുള്ള തന്റെ പ്രിയതമയോട് വിളിച്ചു ചോദിക്കുന്നു, മോളെ, നമ്മുടെ വീട്ടിൽ എന്താണ് ഉള്ളത്? ഹൽ ഇൻദകി ശൈഉൻ, വീട്ടിൽ വല്ലതുണ്ടോ മളെ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് റസൂലുള്ള ഒരു ഗസ്റ്റിനെ, ഒരു അതിഥിയെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ട പോലെ ആതിഥ്യം നൽകേണ്ടതുണ്ട്, ആതിഥ്യം അരുളേണ്ടതുണ്ട്. നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് എന്താ കുറച്ച് മുന്നേ വിളിച്ചു പറഞ്ഞൂടെ, ഇവിടെ ഒരു സാധനം നമ്മൾ നിന്ന് കൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും പ്രത്യേകം കൊടുക്കണ്ടേ? പക്ഷേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ ത്വൽഹ എന്ന് പറയുന്ന തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇല്ല ഖൂത്തു സുബിയാനി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുള്ള അല്പം ഭക്ഷണമില്ലാതെ ഒന്നുമില്ല. ഒരു വീട്ടിലെ അവസ്ഥയാണത്. റസൂലുള്ള കയ്യിൽ ഏൽപ്പിച്ച ഗസ്റ്റുമായിട്ട് കടന്നു ചെന്ന് വീട്ടിൽ തന്റെ പ്രിയതമയോട് ചോദിക്കുമ്പോ ആ പ്രിയതമ തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, ഇല്ല ഖൂത്തു സുബിയാനി, നമ്മുടെ കുട്ടികൾക്കെടുത്ത് വെച്ചിട്ടുള്ള അല്പം ചില ഭക്ഷണമല്ലാതെ നമ്മുടെ വീട്ടിലൊന്നുമില്ല. എന്നിട്ടും മുസ്ലിം റളിയല്ലാഹു അൻഹയും അബൂ തൽഹയും വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ഒരു സംഭാഷണം നടത്തുകയാണ്. മോളെ, എങ്ങനെ റസൂലുള്ളാഹിന്റെ കയ്യിലേൽപ്പിച്ച ഈ അതിഥിയുണ്ടല്ലോ, വേണ്ട പോലെ ആതിഥ്യമരുളിയിട്ട് വേണ്ടതുപോലെ ഭക്ഷണം കൊടുത്തിട്ട് ഇന്നിവിടെ താമസ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഇദ്ദേഹത്തെ സന്തോഷത്തോടുകൂടെ ആത്മനിർവൃതിയോടുകൂടി തിരിച്ചയക്കേണ്ടതുണ്ട്. അബൂ തൽഹയും ഉമ്മു സലൈമയും പരസ്പരം പിറുപിറുക്കുകയാണ്. എന്താ ചെയ്യാ? അപ്പൊ ഉമ്മു സലൈമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കരുതി വെച്ചിട്ടുള്ള ഈ ഭക്ഷണം നമ്മൾ അതിഥിക്ക് കൊടുക്കുക. പക്ഷേ ഈ അതിഥിയുടെ കൂടെ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മോശം. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഭക്ഷണം തികയൂല്ല. മാത്രല്ല, കുട്ടികൾക്ക് ഭക്ഷണം കിട്ടാതിരുന്നാൽ കുട്ടികൾ വിശപ്പ് കൊണ്ട് കരയും. അപ്പൊ എന്ത് ചെയ്യും? അവരവിടെ നിന്നിട്ട് ഇങ്ങനെ തന്ത്രം മെനയാ,
ഈ സമയത്ത് പറയുന്നു ഉലൈബു മഅസ്സിബിയാൻ, ഞാൻ കുട്ടികളുമായിട്ട് കളിവിനോദങ്ങളിൽ ഏർപ്പെടാം, ഞാൻ കുട്ടികളുമായി കളിയിലങ്ങോട്ട് ബന്ധപ്പെടാം. ഈ സമയത്ത് കുട്ടികളുടെ ഭക്ഷണമെടുത്ത് തീന്മേശയിൽ കൊണ്ടുവെക്കണം. എന്നിട്ട് അതിഥിയും നമ്മളും ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കണം. അങ്ങനെ അതിഥിയും നമ്മളും മേശയ്ക്ക് ചുറ്റും ഇരുന്നു കഴിഞ്ഞാൽ ആ വീട്ടിന്റെ ഉള്ളിലുള്ള വിളക്കങ്ങണക്കണം. കത്തിച്ചു വെച്ചിട്ടുള്ള ഈ വിളക്കങ്ങോട്ട് അണക്കണം. എന്നിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ തളികയിലേക്ക് കൈയിട്ടിട്ട് അവിടുത്തെ ഭക്ഷണത്തെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിഥിക്കൊന്നുണ്ടാവില്ല, ഈ അതിഥിക്കൊന്നുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആ ഇരുട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്നിട്ട് ഈ അതിഥിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലേൽപ്പിച്ച ഈ അതിഥിക്ക് തന്റെ മക്കൾക്ക് കരുതി വെച്ച ഈ ഭക്ഷണമുണ്ടല്ലോ, ഈ ഭക്ഷണം കൊടുത്തു. അദ്ദേഹത്തിന് അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, വിരിപ്പ് കൊടുത്തു, പുതപ്പ് കൊടുത്തു, കിടപ്പായ കൊടുത്തു. അതിൽ അന്നത്തെ രാത്രി ഇവിടെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ സുബഹിയോടടുത്ത സമയത്ത് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവും ഈ സ്വഹാബിയും റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ വഹിയിറക്കി കൊടുക്കുകയാണ്. ഇവിടെ നടന്ന സംഭവമൊക്കെ ഒരക്ഷരവും വിടാതെ ജിബ്രീൽ എന്ന മാലാഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശദീകരിച്ചു ഇങ്ങനെ കൊടുക്കുകയാണ്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന എന്ന് തുടങ്ങുന്ന ആയത്തങ്ങനെ ഓതിയിട്ട് വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ഭക്ഷണത്തോട് വല്ലാത്ത ആഗ്രഹമുണ്ടായിട്ട് കൂടി അവർ ആ ഭക്ഷണം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇത് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഉമ്മു സുലൈമിനെ സ്വർഗത്തിൽ റസൂലുള്ളാഹി കണ്ടത്. ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. ഈ സമയത്ത് ഫൈദാ ഫീഹി റുമൈസ, ആ സ്വർഗത്തിൽ ഞാൻ റുമൈസ ബീവിയെ കണ്ടു. ഇംറഅതു അബീ തൽഹ, അബൂ തൽഹയുടെ ഭാര്യയായ റുമൈസയെ കണ്ടു. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا, അശരണരായ ആളുകൾക്ക്, അനാഥകളായ ആളുകൾക്ക്, ആലംബഹീനരായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് റുമൈസ ബീവിയെ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ കണ്ടതെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ കടന്നു വരിക. നമ്മുടെ പൂർവികരായ ആളുകൾ അവർ സ്വർഗം കൊതിച്ചവരായിരുന്നു. അവർ സ്വർഗത്തിന് വേണ്ടി ശരീരം കൊടുത്തവരാണ്, അവർ സ്വർഗത്തിന് വേണ്ടി മജ്ജ കൊടുത്തവരാണ്, അവർ സ്വർഗത്തിന് വേണ്ടി ശരീരത്തിലെ രക്തം സമർപ്പിച്ചവരാണ്. ബദർ നൽകുന്ന പാഠമതല്ലേ, ഉഹദ് നൽകുന്ന പാഠമതല്ലേ. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. കാരണം യുദ്ധത്തിൽ പോയി ഷഹീദാകുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗം ലഭിക്കാനുള്ള കാരണമാണ്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കാലിന് മുടന്തുണ്ട്. മാത്രമല്ല നല്ല ആരോഗ്യ ദൃഢഗാത്രരായ നല്ല മസിൽ പവറുള്ള ചെറുപ്പക്കാരായ മക്കള് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. കാലിന് മുടന്ത, ഇദ്ദേഹം വേച്ച് നടക്കുന്ന ആളാ. മക്കള് റസൂലുള്ളാഹിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, ബദർ യുദ്ധത്തിന് ഞങ്ങൾ പോരാൻ, ഞങ്ങളെ ബാപ്പാക്ക് കാലിന് മുടന്ത, ഞങ്ങൾ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മക്കൾ യുദ്ധത്തിന് പോയി. അങ്ങനെ ബദർ യുദ്ധത്തിന് പോകാത്തതിലുള്ള ടെൻഷൻ, ആ ഒരു വല്ലാത്ത സങ്കടം അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഉഹദ് യുദ്ധം സമാഗതമായി. ഉഹദ് യുദ്ധത്തിനുള്ള വെടിയാളം വന്നപ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്കൊന്ന് വിളിക്കണേ, എന്നിട്ട് എന്റെ കാര്യമൊന്ന് പങ്കുവെക്കണേ. അങ്ങനെ മക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അംറുൽ ജമൂഹ് തന്റെ സങ്കടങ്ങളും തന്റെ ആവലാദികളും തന്റെ വേവലാദികളും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ്. നബിയെ, അങ്ങ് ബദറിന്റെ രണവീതിയിലേക്ക് പോയപ്പോൾ ആ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാലിന് മുടന്താണ് എന്ന ഒരൊറ്റ കാരണത്താൽ ഞാൻ യുദ്ധത്തിന് പോയില്ല. എന്റെ മക്കൾ എന്നെ യുദ്ധത്തിന് പോകാൻ അനുവദിച്ചില്ല. എങ്കിൽ യാ റസൂലല്ലാഹ്, ഉഹദിന്റെ വെടിയാളം വന്നിരിക്കുന്നല്ലോ, ആ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കണം യാ റസൂലല്ലാഹ്. എന്റെ മക്കളെ നിങ്ങളെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് എന്നെ പറഞ്ഞു വിടാൻ അവരോട് നിങ്ങളൊന്ന് ആജ്ഞാപിക്കണേ, അവർക്കതിനുള്ള ഉത്തരവ് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനോട് ഈ സ്വഹാബി പറയുന്നു, നാളെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഈ മുടന്തുള്ള കാലുകളുമായിട്ട് ഈ അംറുൽ ജമൂഹിന് വേച്ച് നടക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇന്നീ ലമുസ്താഖുൻ ഇലൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ആഗ്രഹിച്ചവനാ, ഞാൻ സ്വർഗ്ഗം കൊതിച്ചവനാ എന്ന് പറയുന്നു. റസൂലുള്ളാഹി മക്കളോട് പറയുന്നു, നിങ്ങളുടെ പിതാവിന് യുദ്ധത്തിന് പോകാനുള്ള അനുവാദം കൊടുക്കണേ. അങ്ങനെ അംറുൽ ജമൂഹ് എന്ന സ്വഹാബി വര്യൻ തന്റെ മുടന്തുള്ള കാലുമായിട്ട് ഉഹദിന്റെ രണവീതിയിലേക്ക് നടക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ശത്രുക്കളും മുസ്ലിങ്ങളും പരസ്പരം യുദ്ധം ചെയ്തു. പരസ്പരം വാളുകൾ കൂട്ടിമുട്ടി. രണാങ്കളത്തിൽ രക്തം തളം കെട്ടി. യുദ്ധം ശാന്തമായി. അള്ളാന്റെ റസൂൽ ആരെല്ലാമാണ് ഷഹീദായിട്ടുള്ളത് എന്ന് ചെന്ന് നോക്കുന്ന സമയത്ത് മഹാനായ അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ആ രണാങ്കണത്തിൽ ഷഹീദായി കിടക്കുകയാണ്. മഹാനായ അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് യുദ്ധത്തിന് പോകുന്ന സമയത്ത് പടച്ചോനോട് ദുആ ചെയ്തത് എന്താ അറിയോ? അല്ലാഹുവേ, എന്നെ നീ ഈ മദീനയിലേക്ക് ഇനി മടക്കരുത് തമ്പുരാനെ. മദീനയിൽ നിന്ന് അദ്ദേഹം യുദ്ധത്തിന് പോകുന്നത്. മദീനയിൽ നിന്ന് പോകുമ്പോ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ അംറിനെ ഇനി മദീനയിലേക്ക് ഇനി മടക്കരുത്. അങ്ങനെ വഫാത്തായിട്ട് മറവ് ചെയ്യാൻ വേണ്ടി മദീനയുടെ ഭാഗത്തേക്ക് ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് മഹാനായ അംറുൽ ജമൂഹിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒട്ടകം നടക്കുന്നില്ല. വേറെ ഏത് ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാലും തിരിച്ചു പിടിച്ചാലും ഒട്ടകം നടക്കുന്നു. മദീനയുടെ ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചാൽ ആ ഒട്ടകം നടക്കുന്നില്ല. അപ്പോഴാണ് വിവരം അറിഞ്ഞത്. എന്ത്? മഹാനായ അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു അത്രേ. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, എന്നെ നീ മദീനയിലേക്ക് നീ മടക്കരുത്. അതായത് ഷഹീദാക്കണം എന്നർത്ഥം. അതുകൊണ്ട് മഹാനവരുകളുടെ ജനാസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ബദറിലാണ് അടക്കം ചെയ്തത്, അവിടെയാണ് മറവ് ചെയ്തത്. അള്ളാഹു അവിടെയൊക്കെ പോയി ഒരു സലാം പറയാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ബദരീങ്ങളുടെ ഹളറത്തിൽ പോയി അവിടെയൊക്കെ ചെന്നിട്ട് അവരോട് സലാം പറഞ്ഞ് അവരോട് ഇസ്തിഗാസ നടത്തി തവസ്സുൽ നടത്തി ദുആ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരൊക്കെ ഈ യുദ്ധത്തിലൂടെ, തന്റെ ശരീര സമർപ്പണത്തിലൂടെ, തന്റെ ആരോഗ്യ സമർപ്പണത്തിലൂടെ അവർ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? അള്ളാഹുവിന്റെ സ്വർഗമായിരുന്നു. അള്ളാഹുവിന്റെ സ്വർഗമാണ്. ഇനി മറ്റൊരു ചരിത്ര സംഭവം നമുക്ക് കേൾക്കാം. മുഅ്തത്തി യുദ്ധം എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധം. ഈ യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി പങ്കെടുത്തിട്ടില്ല. യുദ്ധത്തിന് പോകുന്ന മുമ്പ് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഒരു ഭാഗത്ത് വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, സ്വഹാബാ, മുഅ്തത്തി യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കാതിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് ഞാൻ 3 പേരെയാണ് ഇവിടെ അമീർമാരായിട്ട്, നേതാക്കന്മാരായിട്ട് നിയമിക്കുന്നത്. യുദ്ധത്തിന് പോകുമ്പോ 3 ആളുകളാണ് നേതാക്കന്മാരായിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. ഒന്ന് ആരാ? ഒന്ന് സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 3 പ്രഗൽഭരായ സ്വഹാബികളാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആദ്യമായിട്ട് ഇസ്ലാമിന്റെ പതാക പിടിക്കേണ്ടത് സയ്യിദ് ബിൻ ഹാരിസയാണ്. സയ്യിദ് ബിൻ ഹാരിസ് രണാങ്കണത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ പിന്നെ പതാക പിടിക്കേണ്ടത് അബ്ദുല്ലാഹി ബിൻ റവാഹയാണ്. അബ്ദുള്ള ഷഹീദായി കഴിഞ്ഞാൽ പിന്നെ പതാക പിടിക്കേണ്ടത് ജഅഫർ ബിൻ അബീ ത്വാലിബാണ് റളിയല്ലാഹു അൻഹും.
ഈ സമയത്ത് അവിടെയുള്ള ജൂതന്മാർ പറഞ്ഞുവത്രേ, സ്വഹാബാക്കളോട് പറഞ്ഞുവത്ര, സ്വഹാബ നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? നിങ്ങളുടെ നേതാവായ മുഹമ്മദ് പ്രവചനം നടത്തിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ 3 നേതാക്കന്മാരും യുദ്ധക്കളത്തിൽ ഷഹീദായി പോകുമെന്ന്, അവർ മരിച്ചു പോകുമെന്ന് പ്രവചനം നടത്തിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ രണാങ്കണത്തിലേക്ക് പോകുന്നത്? ജൂതന്മാർ സ്വഹാബികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള പഠിച്ച 18 അടവും പയറ്റിയത്രേ. പക്ഷേ ഇവര് രക്തസാക്ഷ്യത്തിന് ദാഹിച്ച ആളുകളാണ്.